ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതിന് നമ്മൾ ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവർ പറയും ലേസ് സ്റ്റിച്ചിൻ്റെ ഒരു പാറ്റേൺ. ലേസ് സ്റ്റിച്ച് ഒത്തിരി വെറൈറ്റീസിൽ നമുക്ക് ചെയ്യാം. അതിലത്തെ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ തന്നെയാണ് ലേസ് സ്റ്റിച്ചിലത്തെ ഒരു മെത്തേഡ് കേട്ടോ. അപ്പോൾ അത് തയ്ക്കാനായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വൈറ്റ് പേൾ കോട്ടൺ ത്രെഡൊക്കെ വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ വരും. ഈ ഫ്ലവേഴ്സ് ആയാലും ലീവ്സ് ആയാലൊക്കെ ഈ ടേബിൾ റണ്ണറിൽ, മാറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൂപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. അതിപ്പം ഒന്ന് ഫ്രെയിം നല്ലോണം വലിച്ചിടുക. നല്ല അഴഞ്ഞിരിക്കുന്നതിൻ്റെ അപ്പോൾ ഒന്ന് വലിച്ചിടുവാണ് ഞാനിപ്പോൾ ഒരു കുഞ്ഞു പെറ്റലിൻ്റെ ഷേപ്പിലൊരു പെറ്റലാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നടുക്ക് ഇതൊരു പെറ്റലിൻ്റെ നടുക്ക് സർക്കിൾ വരണമെങ്കിൽ സർക്കിൾ വരുത്താം. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സിംഗിളായിട്ട് തന്നെ നമ്മളൊരു ബ്ലൂ കളർ പേൾ കോട്ടൺ, പീകോക്ക് ബ്ലൂ കളർ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തയ്ക്കാം. ചിലവർ തയ്ക്കുമ്പം നമ്മൾ കാണുന്നത് ആദ്യം തന്നെ ഈ ഔട്ട്ലൈൻ ഒന്ന് തയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ തയ്ക്കും. ഞാനിപ്പം ആദ്യം തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഔട്ട്ലൈൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിൽ തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ തയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് തൊട്ട് എന്തോരം ഡിസ്റ്റൻസ് നമുക്ക് വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം നമ്മൾ മേളിൽ, അപ്പോൾ ഞാൻ ഇച്ചിരി അകത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തോരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ അകത്തുക കേട്ടോ, മേളിൽ കുത്തുക. അപ്പോൾ ഞാൻ മേളിൽ കുത്തിയെടുത്തു. ഇനി നമ്മൾ ബട്ടൺ ഹോൾ ബാ സ്റ്റിച്ച് ആണെങ്കിൽ വെറുതെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ച് പോകണം. ഇതിന് ഞാനൊരു കുറച്ചും കൂടി ഒരു നോട്ട് പോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ മേലിൽ കൂടെ പോയി താഴത്തേക്ക് കൂടെ ഇങ്ങനെയാക്കി വെച്ചിട്ടാണ് നമ്മൾ നീഡിൽ വലിക്കുന്നത്. ഒത്തിരി അങ്ങ് വലിച്ച് ഇതാക്കണ്ട. ഒത്തിരി വലിക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് വരും. നമ്മൾ ആദ്യത്തെ തയ്ച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അടുത്തത് മേളിൽ കൂടെ താഴത്തേക്കൂടെ. അതുപോലെ നമ്മൾ അടുത്തതും ചെയ്യാണ്. ഇതിപ്പോൾ എത്രണ്ണം നമ്മൾ താഴെ വെക്കണം എന്നുള്ളതൊക്കെ, എത്ര ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ മേളിൽ കൊണ്ടുവന്ന് ഇവിടെ താത്തുകയാണ്. നമുക്ക് 3 മതി എന്ന് പറഞ്ഞിട്ട് മേളിൽ നമ്മൾ ആ സൈഡിൽ കൊണ്ടുവന്ന് താത്തി. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ മേളിലായിട്ട് നമ്മൾ എടുക്കുകയാണ് നീഡിൽ. ഇവിടെ ഇത് മുതൽ ഇവിടെ സൈഡിലുള്ള ഇതിൽ നമ്മൾ കയറ്റാൻ മറക്കരുത്. വീണ്ടും ത്രെഡിൻ്റെ മേളിൽ കൂടെ താഴത്തേക്കൂടെ ഇങ്ങനെ. ഈ ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് അല്ലെങ്കിൽ നെറ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ കോട്ടനൊക്കെ തുണിയൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് എംപോസ് ചെയ്തിട്ടുള്ള വർക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പോഴല്ല നമ്മുടെ സ്റ്റഫിനെ നമ്മൾ തയ്ച്ച് അങ്ങേയറ്റം വരെ എത്തുമ്പോൾ കോട്ടൺ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം. അപ്പോൾ ഈ സ്ട്രോബെറി, ചെറി അങ്ങനെയുള്ള ഇതൊക്കെ അങ്ങനെ എംപോസ് ചെയ്താക്കണമെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വലിയ ഭംഗി തോന്നുന്നില്ല, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നായിരിക്കും നമ്മൾ തോന്നണത്. അപ്പം ഞാൻ അടുത്ത ഇതിൽ കുറച്ചും കൂടെ വലിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ലോണം വലിഞ്ഞ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ അധികം വലിക്കാണ്ടല്ലേ നിങ്ങൾ കാണിച്ചത്. അപ്പം അടുത്തത് നമുക്ക് വലിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ കണ്ടില്ലേ, നെറ്റ് കട്ട് വർക്ക് പോലെ ഇങ്ങനെ നെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കട്ട് വർക്കിന് ഹോളാന്നേ ഉള്ളൂ. ഇതിന് നമുക്ക് താഴെയുള്ള ക്ലോത്താണ് കാണുന്നത്.
ഇതിങ്ങനെ നമുക്ക് തയ്ച്ച് ഓരോന്ന് വലിച്ച് വരുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാദ്യം നമ്മളധികം വലിക്കാത്തതുകൊണ്ടാണ് ആ വിടവ് അത്രയും കാണാത്തത്. ഇനി ഓരോ വട്ടം നമ്മൾ തയ്ക്കുമ്പോൾ നല്ലോണം വലിച്ചാൽ മതി. നമുക്ക് ശരിക്കും അതിൻ്റെ ഭംഗി ഫീൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫുള്ളും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന് ചുറ്റും ബോർഡർ തയ്ക്കുക. മേളിലോട്ട് വരുമ്പോൾ കൂടി വന്നുകൊണ്ടായിരിക്കുന്നത്. താഴെ കുറവും മേളിൽ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പെറ്റലിൻ്റെ മേളിൽ നല്ല ടൈറ്റായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. തുണിയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അതാണ് ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും പറയുന്നത്. തുണിയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ഈ 2 സൈഡ്സിൽ അറ്റാച്ച് ചെയ്തതൊന്നല്ലാണ്ട് വേറെ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ഇങ്ങനെ നമുക്ക് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ തയ്ച്ച് ഇത്രയും എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉള്ളിൽ സ്റ്റഫ് ചെയ്യണമെങ്കിൽ, അപ്പോൾ സ്റ്റഫ് ചെയ്ത് ഉള്ള പെറ്റൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കോട്ടൺ നമ്മൾ ഫാബ്രിക്കിന് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ കോട്ടൺ അല്ല കേട്ടോ. നോർമൽ നമ്മൾ മുറിയുമ്പോഴൊക്കെ തൂക്കുന്ന ആ ഒരു കോട്ടൺ അല്ല. ഇതും നമ്മൾ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന കോട്ടണും രണ്ടും ഡിഫറെൻ്റ് ആട്ടോ. അത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഇത് സ്റ്റഫ് ചെയ്യുന്നത് പ്യുവർ കോട്ടൺ അല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒത്തിരി വലിച്ച് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റാത്ത നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ പില്ലോടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കോട്ടൺ, ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഉള്ളിൽ ഇതുവഴി നമ്മൾ ഉള്ളിലോട്ട് സ്റ്റഫ് ചെയ്ത് നീഡിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഉള്ളിലോട്ട് സ്റ്റഫ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയത്തെ ഇവിടെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എംപോസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വിടവുകൾ കാണാം. ഇവിടേക്ക് ഒരു വിടവ് കാണാം. അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ട് പോകും. നെറ്റ് പോലത്തെ ഉള്ളത് വീഡിയോയിൽ അത്ര വിസിബിൾ ആവത്തില്ല. അപ്പോൾ അത് വിസിബിൾ കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തിക്കായിപ്പോയി ഞാൻ തയ്ച്ചത്. അത്ര തിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വിട്ടേക്കുന്നത്. നിങ്ങൾ തയ്ക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വിടവ് എങ്ങനെയാണെന്നുള്ളത്. കുറച്ചും കൂടി സൂം ചെയ്ത് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ആ ഒരു വിടവുകൾ നെറ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് വരും. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ചെയിൻ സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ, അതല്ല ഇനി തിക്കായിട്ട് ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയണത്, അങ്ങനെ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാധാരണ ഈ നെറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ എംബ്രോയ്ഡറിയിൽ യൂസ് ചെയ്യുന്ന വയറില്ലേ, ആ വയർ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മേലിൽ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എംപോസ് ചെയ്ത് നിൽക്കും. ഇവിടെ എംപോസ് ചെയ്ത് നിന്നിട്ട് ഇതിങ്ങനെ ലേസ് പോലെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. അപ്പം അങ്ങനെ ആയാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു പെറ്റൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നെറ്റ് പോലെയായിട്ട്. ഇതിൻ്റെ സൈഡും കൂടെ ഇപ്പോൾ കോൺട്രാസ്റ്റ് കളർ സൈഡും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും. നമുക്കിത് ഫുള്ളും തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ പെറ്റൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏറ്റവും അവസാനം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഓരോ കോളംസിന് നെറ്റിന് വേറെ വേറെ സൈസ് തോന്നും. എന്നുവെച്ചാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൻ്റെ വ്യത്യാസത്തിൽ വന്നിരിക്കുന്നതാണ് ഇത്. ബോർഡറിൽ സൈഡിൽ ഞാൻ കുത്തി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് ഇവിടെയൊക്കെ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് നടുക്കോട്ട് വന്നപ്പം അത് ടൈറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾട്ടർനേറ്റ് ആയിട്ട്, എന്നുവെച്ചാൽ എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടെ എടുക്കാണ്ട് ഇടവിട്ട് ചെയ്തത്. നിങ്ങൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ വരുവാണെങ്കിൽ ഇതുപോലത്തെ ഗ്യാപ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. സ്റ്റഫ് ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യണേ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഇല്ലാണ്ട് തയ്ക്കുന്നത് നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉള്ളിൽ ചെയ്തിരിക്കുന്ന സ്റ്റഫ് എപ്പോഴും കോട്ടനോ വൈറ്റ് കളർ ആയിരിക്കും വരുന്നത്. ആ വൈറ്റ് കളർ പുറത്തോട്ട് കാണത്തില്ല. അത്ര ടൈറ്റായിട്ട് സ്റ്റഫ് നമ്മൾ ഈ വർക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റഫ് ചെയ്തത് കാണത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കട്ട് വർക്ക് ഫീലിംഗ് വരുത്തേണ്ട, അല്ലെങ്കിൽ ലേസ് ഫീലിംഗ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അകത്തി വേണം നമ്മൾ ചെയ്യാൻ. അത് നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് വേണം തയ്ക്കാനായിട്ട്. കുറച്ച് ഒരു പെറ്റൽ തയ്ക്കാൻ തന്നെ നമുക്ക് നല്ലൊരു സമയം എടുക്കും. അതുകൊണ്ട് ഇത് നമ്മളൊരു സാരി അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ വലിയ മെറ്റീരിയലിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് സ്റ്റിച്ചാണ്.
അപ്പം ഇതൊരു ഒരു ടേബിൾ റണ്ണർ അല്ലെങ്കിൽ ഒരു ടേബിൾ മാറ്റിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൂപ്പ് അതിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഒരു ഡിസൈൻ അല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്ച്ച് തരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ സ്റ്റിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് വേറെ കൂടുതൽ സ്റ്റിച്ചസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചാണ് പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.